മലബാർ അവതരിപ്പിക്കുന്നു മൈൻഡ് ഡയമണ്ട് ഫെസ്റ്റിവൽ. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ അത് ഡയമണ്ട് പറയും. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും അത് ഡയമണ്ട് പറയുമ്പോൾ. മനസ്സിലെ വികാരങ്ങൾ ഡയമണ്ടിനൊപ്പം പറയൂ. മലബാറിലേക്ക് വരും. ഇപ്പോൾ നേടൂ മൈൻഡ് ഡയമണ്ട് ഫെസ്റ്റിവലിലൂടെ ഡയമണ്ട് വിലയിൽ 25% വരെ ഓഫ്. മുമ്പ് 12 വർഷത്തിലൊരിക്കൽ മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത് തിരുനാവായയിൽ നടന്നു വന്നിരുന്ന മാമാങ്കം എന്ന ഉത്സവത്തിൽ സാമൂതിരിയുടെ എതിരാളികൾ ചാവേറുകളായി വരുമായിരുന്നു. മരണമടയുന്ന ചാവേറുകളെ കൂട്ടത്തോടെ സംസ്കരിച്ചിരുന്ന കിണറാണ് മണിക്കിണർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നാടുവാഴികളെ തിരഞ്ഞെടുക്കുന്നതിനും വാണിജ്യ മേൽക്കോയ്മ സ്ഥാപിക്കുന്നതിനും വേണ്ടി 12 തിരുനാവായ നിളാമണപ്പുറത്ത് 28 ദിവസങ്ങളിലായാണ് മാമാങ്കം നടത്തപ്പെട്ടിരുന്നത്. മാമാങ്കത്തിന്റെ രക്ഷാധികാര പദവിക്ക് വേണ്ടി കോഴിക്കോട് സാമൂതിരി രാജാവും വള്ളുവ കോനാതിരിയും തമ്മിലുള്ള തർക്കത്തിൽ വിധി നിർണയിക്കപ്പെട്ടിരുന്നത് ഇരുവിഭാഗങ്ങളിൽ നിന്നുമുള്ള ചാവേറുകളിൽ പരസ്പരം ഏറ്റുമുട്ടി മരിച്ചു വീഴുന്നവരുടെ എണ്ണം കണക്കാക്കിയായിരുന്നുവെന്നതാണ് ചരിത്രം. AD 135 കോഴിക്കോട് സാമൂതിരി മാമാങ്കത്തിന്റെ രക്ഷാപുരുഷസ്ഥാനം കൈയടക്കിയതിനെ തുടർന്നാണ് ചാവേർപടയുടെ ഉദ്ഭവമെന്ന് കരുതപ്പെടുന്നു. രക്ഷാപുരുഷസ്ഥാനം നിലനിർത്തുന്നതിനും തിരിച്ചുപിടിക്കുന്നതിനുമായി ഇരു രാജാക്കന്മാരും പ്രത്യേകം ചാവേറുകളെ തയ്യാറാക്കി നിർത്തിയിരുന്നു. മാമാങ്ക നാളിൽ ഇപ്രകാരം ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്ന ചാവേറുകളുടെ മൃതദേഹങ്ങൾ മണിക്കിണറിലിട്ടായിരുന്നു സംസ്കരിച്ചിരുന്നത്. മൃതദേഹങ്ങൾ കൂട്ടത്തോടെ മണിക്കിണറിലിട്ട് ആനകളെ കൊണ്ട് ചവിട്ടി നിറയ്ക്കുകയായിരുന്നുവെന്നാണ് ചരിത്രം. അടുത്ത കാലം വരെ തിരുനാവായയിലെ സ്വകാര്യ ആശുപത്രി വളപ്പിൽ സ്ഥിതി ചെയ്തിരുന്ന മണിക്കിണർ 2008 സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള പുരാവസ്തു വകുപ്പ് സംരക്ഷിത സ്മാരകമായി ഏറ്റെടുക്കുകയും ചുറ്റുമതിലും കമ്പിവേലിയും തീർത്ത് സുരക്ഷിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടൈഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.